ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് അമ്മേനെ വീട്ടിലാണ് കേട്ടോ. അപ്പൊ അമ്മേനെ വീട്ടിൽ നിന്ന് കുറച്ച് കറ്റാർവാഴ പറിക്കാൻ വേണ്ടി അമ്മമ്മേനോട് പെർമിഷൻ ചോദിക്കാൻ കേട്ടോ. ഞാൻ എന്തായാലും അമ്മമ്മ പറിക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരു 3 പറിച്ചു വെക്കാന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോഴും പറിക്കേണ്ടതല്ലേ. എപ്പൊ ഇവിടെ വന്നാലും ഈ ഒരു സാധനം പറിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും വരിക. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്കും പ്രാവശ്യം എന്തായാലും മറന്നില്ല. 3 തണ്ടെടുത്തിട്ടാണ് കേട്ടോ ഞാൻ പറിച്ചെടുത്തത്. അതിനുശേഷം ഇത് നിരത്തി ഇതുപോലെ വെച്ചിട്ടോ. ഇല്ല മഞ്ഞയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതുപടി ആരും തിന്നാറില്ല എന്നാണ് അമ്മമ്മ പറഞ്ഞത്. പക്ഷെ തിന്നുന്നൊരു സാധനം തന്നെയാണ്. എന്നാ പിന്നെ ഇതിന് ടേസ്റ്റ് ചെയ്താക്കാന്ന് തന്നെ വിചാരിക്കാൻ പറ്റുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ഇതിന് ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ വേഗം അടുക്കളയിൽ പോയി ഒരു കസാര എടുത്തോളാം ഇതൊക്കെ പറിക്കാന്ന് വിചാരിച്ചേ. ഒത്തിരി പൊക്കത്തൊന്നും അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പറിക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു. ഇതില് ഒന്ന് പച്ചയും ഒന്ന് മഞ്ഞയായിരുന്നു കേട്ടോ. അപ്പൊ അതിന് മഞ്ഞ അങ്ങ് മുറിച്ചു വെക്കാം. ഏത് നേരം മുറിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇത് ഭയങ്കര കട്ടിയാണ് കേട്ടോ. മുറിക്കാനൊന്നും അങ്ങനെ പറ്റുന്നില്ല. കുറെ നേരം പരിശ്രമിച്ച് അവസാനം നമുക്കത് മുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്രൂട്ട് ഞാൻ അവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ വേഗം മുറിച്ചു. അകത്തൊക്കെ ഒരു മഞ്ഞ കളറായിട്ടാണ് വരുന്നത്. എന്തായാലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ അകത്തെന്തോ ഒരു കുരുവാത്ത സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങ് മുറിച്ചിട്ട് അതിനെ ടേസ്റ്റ് ആക്കാൻ വേണ്ടി ചെറിയൊരു ഭാഗം മാത്രമാണ് അതിന് മുറിച്ചത്. അതൊക്കെ മുറിച്ച് അതിനൊരു കുഞ്ഞു പീസാണ് എടുത്തത്. ടേസ്റ്റ് എന്താ അറിയില്ലല്ലോ. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി ഞാൻ വയലേക്ക് വെക്കാൻ വേണ്ടി പോകും. മണത്തോക്കിട്ടൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. ഇതിലേക്ക് വെച്ചപ്പോൾ തന്നെ അതിന്റെ ഒരു ചൊവ കാരണം ഞാൻ വേഗം തുപ്പിട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഒരു ചൊവയായിരുന്നു. എന്തായാലും കഴിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ അതിനകത്തുള്ള കുരു ഒന്നെടുത്ത് നോക്കാന്ന് വെച്ചപ്പോൾ അതും കിട്ടുന്നു. നിങ്ങൾ ഈ ഒരു സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. എന്തായാലും ഞാനിത് ഫസ്റ്റ് ടൈം എന്താണെന്ന് അറിയാൻ വേണ്ടി അമ്മേന്റെ ഫോൺ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇതിന്റെ പേരാണ് മുട്ടപ്പഴം, അതായത് എഗ് ഫ്രൂട്ട് എന്ന് ഇംഗ്ലീഷ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ നോക്കിയപ്പോഴാണ് സംഭവം നല്ലതാണ്, നല്ല മധുരമാണ്, അതുപോലെ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണെന്നാണ് ഗൂഗിൾ പറയുന്നത്. എന്തായാലും നമ്മളിത് ഫസ്റ്റ് ടൈം ആട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നതിന് ബൈ.